ഇത് കണ്ട ഒരു ബട്ടൺ സെല്ല് പോലെ ഇരിക്കുമെങ്കിലും ഇത് കപ്പാസിറ്ററാണ് കേട്ടോ. പക്ഷേ ഇത് സാധാ കപ്പാസിറ്റർ അല്ല, ഇതിൻ്റെ പേരാണ് സൂപ്പർ കപ്പാസിറ്റർ. ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം കേട്ടോ. ഈ കപ്പാസിറ്ററിൻ്റെ സൈസ് നിങ്ങൾക്ക് എൻ്റെ കൈയുമായിട്ട് സ്കെയിൽ ചെയ്താൽ അറിയാൻ പറ്റും. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 1.5 ഫാരഡ് ആണ്. അതിൻ്റെ മാക്സിമം വോൾട്ടേജ് എന്ന് വെച്ചാൽ 5.5 വോൾട്ട്. നോർമലി നമ്മൾ കപ്പാസിറ്റൻസ് പറയുന്നത് മൈക്രോ ഫാരഡിലാണ്, പക്ഷേ ഇവിടെ നമ്മൾ കപ്പാസിറ്റൻസ് പറയുന്നത് ഫാരഡിലാണ്. മൈക്രോ ഫാരഡിനെ ഫാരഡിലാക്കാൻ വേണ്ടി 10 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫാരഡ് എന്ന് വെച്ചാൽ എത്ര വലിയ വാല്യൂ ആണെന്ന്. 10,000 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ 0.01 ഫാരഡ് ആണ്. അപ്പം 1.5 ഫാരഡ് വാല്യൂ ഉള്ള ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ സൂപ്പർ കപ്പാസിറ്റർ റേഡിയൽ ടൈപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഈ സൂപ്പർ കപ്പാസിറ്ററും പോളറൈസ്ഡ് ആണ് കേട്ടോ, അതായത് പ്ലസും മൈനസും ഉണ്ട് അതിൻ്റെ ലീഡ്സിന്. നമ്മളിപ്പോൾ സാധാരണ ഒരു കപ്പാസിറ്റർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സൈഡിൽ ഇപ്പം നെഗറ്റീവ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കവറിൽ. അത് ഇരിക്കുന്ന ആ ഒരു ലീഡാണ് നെഗറ്റീവ്, അതിൻ്റെ നെഗറ്റീവ് ചാർജ് ചെയ്യുന്ന സ്ഥലം. അതുപോലെ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ കവറിൽ നോക്കിയാൽ കാണാം അതിൻ്റെ ഒരു ആരോ ഇട്ടേക്കണുണ്ട്. ആ ആരോ പോയിന്റ് ചെയ്തേക്കുന്ന ഭാഗം എങ്ങോട്ടാണോ അതാണ് അതിൻ്റെ നെഗറ്റീവ്. അതായത് ഇത് അതിൻ്റെ നെഗറ്റീവ് ലൈനും മറ്റേത് പോസിറ്റീവും ആണ്. കപ്പാസിറ്റൻസ് വളരെ കൂടുതലായത് കാരണം ചാർജും ഇതിനകത്ത് വളരെ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഹൈ റെസിസ്റ്റീവ് ലോഡിലേക്ക് ഒരുപാട് നേരം ഇതിന് ഡിസ്ചാർജ് ചെയ്യാനും പറ്റും. ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലോ വോൾട്ടേജിലാണ് ഇത് അവൈലബിൾ. അപ്പം നമുക്ക് ഒരു 12 വോൾട്ടൊക്കെ ആക്കണമെങ്കിൽ 2-3 കപ്പാസിറ്റേഴ്സ് സീരിയലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ സീരിയലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് കുറയും. പിന്നെ വേറെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോ റെസിസ്റ്റീവ് ലോഡിൽ ഇത് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യും. മാത്രമല്ല അടുത്ത ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ സാധനം. നമുക്ക് ഈ 3 കപ്പാസിറ്ററിനെ സീരിയലായിട്ട് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് 12 വോൾട്ടിൽ ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ LED ഒന്ന് കത്തിച്ച് നോക്കാം എത്ര സമയം ഇത് നിൽക്കും. ഇത് ഡുവൽ കളർ LED ആണ് കേട്ടോ. ഞാനിതിന് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് നേരിട്ട് കൊടുത്തു നോക്കാം എത്ര നേരം ഇത് കത്തുമെന്ന് നോക്കാം. പിന്നെ ഞാനിത് സോൾഡറൊന്നും ചെയ്യുന്നില്ല. അതിന് പകരം ഇതേപോലത്തെ ഫീമെയിൽ സോക്കറ്റ് ഉള്ള വയേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ 3 സീരിയലായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ 0.5 ഫാരഡ് വരും. കാരണം ഇതാണ് അതിൻ്റെ ഫോർമുല. 3000 ഫാരഡ് ഉള്ള കപ്പാസിറ്റേഴ്സും അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ. പക്ഷെ നല്ല വിലയാണ് അതിനൊക്കെ. ഒരു ബാറ്ററിയുടെ ഡയറക്റ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ ഇത്. അതായത് ഇപ്പോഴത്തെ ടെക്നോളജിയിൽ ബാറ്ററിയുടെ ഡയറക്റ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും അല്ല ഇത്. കാരണം ബാറ്ററി എന്ന് വെച്ചാൽ ഒരുപാട് ചാർജ് നിൽക്കും, ഒരുപാട് നേരം അത് ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. റെസിസ്റ്റീവ് ലോഡിൽ കുറേ നേരം ഡിസ്ചാർജ് ചെയ്യും, പക്ഷേ റെസിസ്റ്റൻസ് കുറഞ്ഞ ലോഡിൽ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബാറ്ററി ആണെങ്കിൽ ഒരുപാട് നേരം എടുക്കും ചാർജ് ചെയ്യാൻ, പക്ഷേ ചാർജ് ചെയ്യാൻ വളരെ പെട്ടെന്ന് നടക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇല്ലേ, കാറിലെല്ലാം റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. കാരണം വളരെ കുറച്ച് സമയമല്ലേ നമുക്ക് ബ്രേക്കിങ്ങിന് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇമ്മീഡിയറ്റായിട്ട് വരുന്ന ചാർജിനെ ഇതേപോലത്തെ സൂപ്പർ കപ്പാസിറ്ററുകളിൽ ചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കപ്പാസിറ്റേഴ്സിനെ സീരിയലായിട്ട് കണക്ട് ചെയ്തു. ഇനി ഞാൻ എൻ്റെ ബെഞ്ച് പവർ സപ്ലൈ ഒരു 12 വോൾട്ട് ഇതിനകത്തോട്ട് കൊടുക്കുകയാണ് കേട്ടോ, ചാർജ് ചെയ്യാൻ വേണ്ടി. ഞാൻ പാരലായിട്ട് തന്നെ ഈ LED-യെ ഇതിനകത്ത് കൊടുക്കുകയാണ് സപ്ലൈയിലോട്ട്. അതായത് ഇതൊരു COB LED ആണ്, ഡുവൽ കളർ COB LED ആണ്, ഓഫ് കോമൺ ആനോഡ് ടൈപ്പാണ്. ഈ COB LED-യുടെ ബ്രൈറ്റ്നസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ സാധനം വെച്ച് ബ്ലോക്ക് ചെയ്യാൻ. ഇപ്പം കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയി കാണും. ഞാൻ ഇനി ചെയ്യാൻ പോണ ബെഞ്ച് പവർ സപ്ലൈയുടെ പവർ അങ്ങ് ഓഫ് ചെയ്യണം. അപ്പം LED-യുടെ ബ്രൈറ്റ്നസ് ശ്രദ്ധിച്ചാൽ അത് കുറഞ്ഞത് കണ്ടോ. ഇപ്പം ഇത് കത്തുന്നത് ഈ കപ്പാസിറ്ററിൽ നിന്നുള്ള ചാർജ് ഉപയോഗിച്ചാൽ. പക്ഷേ എനിക്ക് റീസൺ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ബെഞ്ച് പവർ സപ്ലൈയുടെ പവർ ഓഫ് ചെയ്തതും ഇത് 8 വോൾട്ടിലേക്ക് മാറി. ഏത് ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ടുള്ള അത് കഴിഞ്ഞിട്ട് 8 വോൾട്ടിൽ നിന്നാണ് പിന്നെ അത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ഈ LED കത്തണം ഇപ്പോൾ 8 വോൾട്ടിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ഇത് 8 വോൾട്ട് ആവുന്നതിന് റീസൺ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. 8 വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ബ്രൈറ്റ്നസ് പെട്ടെന്ന് കുറഞ്ഞത്. ഈ LED-യുടെ ഔട്ടർ റിംഗ് എന്ന് വെച്ചാൽ വൈറ്റ് ലൈറ്റും സെൻറ്റർ പോയിന്റിലുള്ള റിംഗ് എന്ന് വെച്ചാൽ കൂൾ വൈറ്റുമാണ്. അപ്പോൾ ഞാൻ കൂൾ വൈറ്റിൻ്റെ കണക്ഷൻ കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൂപ്പർ കപ്പാസിറ്റർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണോ വേണ്ടതെന്നാണ്. ഇപ്പം എൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ഇപ്പം വേണ്ട. കാരണം വെച്ചാൽ ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കപ്പാസിറ്ററിൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്യൂച്ചറിൽ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഫ്യൂച്ചറിൽ ഇതിൻ്റെ ടെക്നോളജി ചേഞ്ച് ചെയ്ത് കോസ്റ്റ് കുറയുകയും ചെയ്യും, ഹയർ കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും. അപ്പം നമുക്കിത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ കോസ്റ്റ് അനുസരിച്ചുള്ള അഡ്വാൻറ്റേജ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നില്ല.
പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.